ഹലോ ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അള്ളാഹുറൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബീഫ് ഒന്ന് വെള്ളത്തിലിട്ടാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ബീഫ് വെള്ളത്തിലിട്ട് അതായി കഴിഞ്ഞപ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടു കേട്ടോ. അതിനേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഞാൻ ഉള്ളിയും തക്കാളി അതൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് വെള്ളുള്ളിയും ഇഞ്ചിയും അതുപോലെ കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. വെള്ളം നന്നായിട്ട് വാർന്നിട്ടാണ് വെച്ചത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് നോക്കിയപ്പോൾ മോളിന്നെ കാത്ത് കിടന്ന് ഓൾ ഇങ്ങനെ കിടന്നുറങ്ങിക്കണം. എന്തോ കണ്ടപ്പോൾ ഭയങ്കര പാവം തോന്നിയിട്ടാണ്. എന്തായാലും ഒരു സങ്കടം തോന്നി അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിൽ വിസിലൊക്കെ പോയി ഞാനത് തുറന്ന് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചീരുള്ളിയും കൂടി ഇട്ട്, ചീരുള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളിക്കാണ് കേട്ടോ. അതും ഇട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നല്ല മണം വരും. നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അത് പിന്നെ വെന്ത് സെറ്റായപ്പോൾ ഞാൻ അത് ഓഫാക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. നെയ്ച്ചോറ് അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നെയ്ച്ചോറും ആവശ്യമുള്ളൂ. കാരണം ഇന്നലത്തെ ഭക്ഷണമൊക്കെ കുറേ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ശരിക്കാക്കുന്ന ലീവാണല്ലോ. അപ്പോൾ അവന് കുറച്ച് എരുമ്പുളിയൊക്കെ ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ ബീഫ് ഉണ്ടായപ്പോൾ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നെയ്ച്ചോർക്ക് ആവശ്യമായിട്ടുള്ള അരിൻ്റെ അനുസരിച്ചുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതുപോലെ എന്താ പറയുക ഗീയൊക്കെ ഇട്ടെടുത്തു. നിങ്ങൾ വിചാരിക്കണ്ടോ എന്തപ്പോൾ ഇവളെ നെയ്ച്ചോറ് ഇങ്ങനെയെന്നല്ലേ? ഇതൊരു സിമ്പിളായിട്ടുള്ള ഗീ റൈസ് ആട്ടോ. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കൽ. അപ്പോൾ എനിക്കിതാണ് ഈസി ആയിട്ടും തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ, എന്നിട്ട് സക്സസ് ആയാൽ പറയണേ. അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടോ. ഇങ്ങനെ വേവിക്കുമ്പോൾ കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി, കുറേ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഓവർ കുക്കായി പോവും. അങ്ങനെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഒരു വിസിലടിക്കുന്നവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ ചെയ്യുക, കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. അത് ഇന്നലെ മുളകിട്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ച് പാറാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്കുള്ള തേങ്ങ ഇങ്ങനെ പൂണ്ടുകാണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ആക്കുകയാണ്. പിന്നെ അതിലേക്കൊരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി, ചീരുള്ളി ഇതൊക്കെ എൻ്റെ വായിൽ വരുന്ന വാക്കുകളാണ് കേട്ടോ, ഒന്നും കാര്യമാക്കണ്ട. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ സ്റ്റൗ കത്തിച്ചിട്ട് ചിക്കൻ കറി അതിലേക്ക് വെച്ചു. അപ്പോൾ മറ്റേ കുക്കറിൽ ഓരോന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കഞ്ഞി അടുപ്പത്തുണ്ടായിരുന്നു, അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോമ്പറക്കുന്നതിൻ്റെ മുന്നേ എന്തിനാണ് കഞ്ഞി എന്നുള്ള ചിന്തിക്കേണ്ട. അത്താഴത്തിനെ കഴിക്കുള്ളെങ്കിലും നമ്മൾ അത്താഴത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ നീക്കാറൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായാലും രാത്രി ഒരു 2 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിച്ചിട്ട് കിടക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് പാർന്നാൽ മാത്രം പുറഞ്ഞേതിക്കും ഉള്ളി തൂമ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കറി ഒന്ന് സെറ്റായി. ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി അതേപോലെ തേങ്ങ വറുത്തരക്കാനൊന്നും ചെയ്തത്. ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച നമ്മളെ കറിയാണ്. അപ്പോൾ അതിലേക്കൊന്ന് ജസ്റ്റ് തേങ്ങ അരച്ച് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതേ സമയം അതെടുപ്പത്തു നിന്ന് മാറ്റിയപ്പോൾ ഞാൻ വേഗം സ്റ്റീമർ വെച്ചു. ഇന്നലത്തെ അപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ, അതായത് സ്റ്റീം ചെയ്തെടുക്കണം. നന്നായിട്ട് നല്ല ബലം വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ മാത്രമല്ല ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീലും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ കറി ഒന്ന് മൂപ്പിച്ചെടുക്കാനുള്ള ഉള്ളി ഇട്ടുകാണ്ട് അതൊന്ന് സെറ്റായപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടുകാണ്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ കറീൻ്റെ പണിയുണ്ട് കഴിയും. അതിങ്ങനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം എന്താ പറയുക, കറി സെറ്റായി മാറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റീമറിൽ അപ്പം ഇങ്ങനെ സ്റ്റീം ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. കാരണം അത് പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനാകുമ്പോൾ തുറന്നിട്ട് നമുക്ക് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഇതൊക്കെയാണ് നമ്മളെ വിഭവങ്ങൾ. അപ്പം, ചിക്കൻ കറി, നെയ്ച്ചോറ്, ബീഫ്,
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോള് കരഞ്ഞ് സ്വര്യം തരാതായപ്പോൾ ഞാൻ പോയപ്പോൾ ഷെമിക്കാക്കിയാണ് കേട്ടോ പപ്പടം പൊരിച്ചെടുത്തത്. കാരണം മോളിന് ഒരു നിലക്കും സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ. പിന്നെ സമയവും 6 മണി 6 മണിയല്ല 5:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ല ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട് കേട്ടോ, സോറി. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓന് വേഗം നമുക്ക് ജ്യൂസും ഇതൊക്കെ റെഡിയാക്കിക്കാണ്ട് ടേബിളിൽ കൊണ്ടാക്കൽ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ ലൈം ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പവും ചായയും പിന്നെ അതിലേക്കുള്ള ടേബിളിൽ അറേഞ്ച് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ചോറൊക്കെ ഞാൻ കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അധികവും അപ്പമായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സും കുറേ ഒന്നുമില്ല. ഇന്ന് നമുക്ക് വാട്ടർ മെലൺ തന്നെ ഉള്ളൂ ഫ്രൂട്ട്സ് ആയിട്ട്. അതും നമ്മൾ നോമ്പ് തുറന്ന പാടെ തന്നെ ഞാൻ ഫ്രൂട്ട്സൊന്നും കഴിക്കലില്ല കേട്ടോ. ഞാനൊരു അത്താഴത്തിൻ്റെ ബേസിലൊക്കെയാണ് എൻ്റെ ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിക്കൽ. അതുവരെ കഴിക്കലില്ല. അങ്ങനെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് നോമ്പറക്കാനുള്ള വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക്. പക്ഷേ അൽഹംദുലില്ലാ റാഹത്താണ്. ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് റാഹത്താണ് കേട്ടോ അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്താ നോമ്പ് തുറക്കാനെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് പതിവ് പോലെ ഇന്ന് ഓൻ്റെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ മോളാണ് എൻ്റെ മടിയിൽ. അപ്പോൾ ഓൻ കഴിക്കുമ്പോൾ ഓനോട് ഞാൻ എങ്ങനെ ഉണ്ട് ഓരോന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിയണ വരെ ഓളെന്നെ കാത്തിരിക്കൂട്ടോ. ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കാത്തിരുന്ന് ലാസ്റ്റ് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ആളിൻ്റെ മടിയിൽ കയറി. കാരണം അവളെ പിടുത്തം വിടുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ കുറച്ച് നേരം എടുത്തിട്ട് മടിയിലെടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചു. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓളം ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഒരുപാട് പാത്രമുണ്ട്. കുക്ക് ചെയ്തതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ പാത്രങ്ങളൊക്കെ ഇട്ട് ക്ലീനാക്കാനും സെറ്റാക്കാനും. അപ്പോൾ ഇതും കൂടിയൊക്കെ ഒന്ന് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി. ബാക്കിയൊരു പണി ഇനിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഒക്കെ ക്ലീനാക്കി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കപ്പ് ടീയും കൂടി കുടിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. വീണ്ടും കാണുന്നത് വരെ കേട്ടോ.